വേരുകളിൽ നിന്ന് ഊർജമാവാഹിച്ച് വൻവൃക്ഷം ഹരിതാഭയുടെ കിരീടമണിയുന്നു. വംശം എന്നതിന് വിശ്വത്തോളം തന്നെ അർത്ഥവ്യാപ്തിയുണ്ട്. ഇത് കോട്ടക്കലിലെ പന്നിയമ്പള്ളി തറവാട്. സ്നേഹത്തിൻ്റെ, ഒത്തൊരുമയുടെ, ജാതിമത ചിന്തകൾക്കതീതമായ മനുഷ്യത്വത്തിൻ്റെ വാസഗൃഹം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വളരെ മുൻപ് താഴ്ന്ന ജാതിക്കാരന് ദൈവാരാധനയ്ക്ക് വേണ്ടതൊക്കെയും ഒരുക്കിയ മാതൃകാഗേഹം പന്നിയമ്പള്ളി തറവാട്. പ്രകൃതി തന്നതൊക്കെയും വിരൽ കൊണ്ട് തൊട്ട് ഔഷധമായി മാറ്റുന്ന ഒരു മഹാമാന്ത്രികന്റെ വീടാണിത്. ശ്രീ PK വാര്യർ, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സാരഥി, ആയുർവേദത്തിൻ്റെ ലോകത്തിലെ അത്ഭുത പ്രതിഭാസം, പത്മശ്രീ പന്നിയമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ. സമർപ്പിത സേവനത്തിലൂടെ ജനങ്ങളുടെ വേദന ഒപ്പിയെടുത്ത് ആരോഗ്യവും സന്തോഷവും പകരം നൽകുന്നു ഈ വിശ്വപൗരൻ. ചിട്ടയായ ജീവിതത്തിൻ്റെ ധന്യത. ഗുരുതുല്യരായവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനാ നിർഭരമാകുന്ന മനസ്സിൻ്റെ ശുദ്ധി. ഹൃദയബന്ധങ്ങളാൽ ആർദ്രമാകുന്ന ജീവിതം. സ്നേഹൌഷധങ്ങളുടെ മുക്തി. ചിട്ടയായ ജീവിതത്തിൻ്റെ ധന്യത. ഗുരുതുല്യരായവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനാ നിർഭരമാകുന്ന മനസ്സിൻ്റെ ശുദ്ധി. ഹൃദയബന്ധങ്ങളാൽ ആർദ്രമാകുന്ന ജീവിതം. മഹനീയമായ കോട്ടക്കൽ പാരമ്പര്യത്തിൻ്റെ ഉത്തമ പ്രതിനിധിയായ PK വാര്യരുടെ കഥയാണിത്. ഈ കഥ ആയുർവേദത്തിൻ്റെ കൂടി ഉയർച്ചയുടെ കഥയാണ്. മുൻ രാഷ്ട്രപതി KR നാരായണൻ PK വാര്യരെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: ലോകത്തിന് കേരളം സംഭാവന ചെയ്ത മഹത് വ്യക്തികളിൽ ഒരാൾ, വിശ്വപൗരൻ. ആ മഹത് വ്യക്തിയുടെ കോട്ടക്കൽ എന്ന മഹാപാരമ്പര്യത്തിൻ്റെ കേദാരമാണിത്. മരുന്നിൻ്റെ വാസനയുള്ള ഈ അന്തരീക്ഷത്തിലാണ് 1921 ജൂൺ 5 PK വാര്യർ ജനിച്ചത്. അച്ഛൻ KT ശ്രീധരൻ നമ്പൂതിരി, അമ്മ കുഞ്ചി വാരസ്യാർ. കോഴിക്കോടും കോട്ടക്കലെ രാജാസ് ഹൈസ്കൂളിലുമായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം. പിന്നീട് 1940 PS വാര്യർ സ്ഥാപിച്ച ആയുർവേദ പാഠശാലയിൽ ആര്യവൈദ്യർ എന്ന ബിരുദം നേടി. അമ്മാവനായ PS വാര്യർ തുടങ്ങിവെച്ച വൈദ്യശാല
ഇന്ന് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന പേരിൽ ലോകം മുഴുവനും അറിയപ്പെടുമ്പോൾ PK വാര്യരുടെ ദൃഢനിശ്ചയവും ജീവിത സപര്യവുമാണ് വിജയം വരിക്കുന്നത്. ആയുർവേദം പഠിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു പ്രചോദനമൊന്നും ഉണ്ടായിട്ടില്ല. ആ കാലത്ത് ആയുർവേദത്തിൻ്റെ അപചയം ഉണ്ടായിരുന്ന കാലമായിരുന്നേ. പക്ഷേ SSLC പാസ്സായപ്പോൾ അമ്മാവനും ജ്യേഷ്ഠനൊക്കെ പറഞ്ഞു ആയുർവേദം പഠിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതിന് വിപരീതമൊന്നും പറഞ്ഞില്ല, പഠിച്ചു. പക്ഷേ ആയുർവേദം 2 കൊല്ലം പഠിച്ചപ്പോൾ 42 അന്നൊരു രാഷ്ട്രീയ ഇതുണ്ടായി, രാഷ്ട്രീയ പ്രക്ഷോഭം. ആ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ സ്കൂൾ വിട്ട് പോകേണ്ടി വന്നു. പഠിപ്പ് നിർത്തിയിട്ട് പിന്നെ 2 കൊല്ലത്തേക്ക് പഠിക്കാൻ തരായില്ല. പിന്നെ 45 വീണ്ടും കോളേജിൽ ചേർന്നിട്ട് ബാക്കി 2 കൊല്ലം പഠിച്ചത്. അപ്പോൾ അങ്ങനെ 4 കൊല്ലം 47 മുഴുവനാക്കിയത്. 47 മുഴുവനാക്കിയതിന് ശേഷമാണ് എന്നെ നേരിട്ട് ഫാക്ടറിയിൽ എന്നെ നിയമിക്കുക ചെയ്തത്. രാഷ്ട്രീയത്തിൽ ഞാൻ പുറത്തേക്ക് പോയിരുന്ന കാലത്ത് അതൊരു ടേണിംഗ് പോയിൻ്റായിട്ട് കണക്കാക്കാം. വാസ്തവത്തിൽ അന്ന് മടങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളത് നല്ല നിശ്ചയമുണ്ടായിരുന്നു. മടങ്ങി വരാൻ പറ്റിയിരുന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ അതൊരു ടേണിംഗ് പോയിൻ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും.